ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സ് കൊറിയർ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഞാൻ മുന്നേ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തിട്ടുള്ളതിന് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ഒരു ആൻസർ ആയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ചോദിച്ചിട്ടുള്ളത് ഇന്ത്യ പോസ്റ്റ്, സ്പീഡ് പോസ്റ്റ്, DTDC ഈ 3 പോസ്റ്റിനെ പറ്റി, ഡെലിവറി ഓൾ ഓവർ കേരള, ഡെലിവറി ഓൾ ഓവർ ഇന്ത്യ, അതിനെ പറ്റിയും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുമെന്നാണ്. അതായത് സേഫ്റ്റിയെ പറ്റി, പിന്നെ വിത്തിൻ കേരള ആൻഡ് വിത്തിൻ ഇന്ത്യ എത്ര ഡേയ്സ് കൊണ്ട് കസ്റ്റമറിൻ്റെ കയ്യിലെത്തും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനുള്ളൊരു ആൻസർ തരാം. ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ഇന്ത്യ പോസ്റ്റിലുള്ള ഒരു പോസ്റ്റൽ സർവീസാണ് സ്പീഡ് പോസ്റ്റ് എന്ന് പറയുന്നത്. അത് ഒരു വേറെ പോസ്റ്റ് ഓഫീസല്ല. ഇന്ത്യ പോസ്റ്റും DTDCയും ഇത് രണ്ടിനെ കുറിച്ചും പറഞ്ഞുതരാം. ഇന്ത്യ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് സ്ഥാപനമാണല്ലോ, ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് ബാക്കിയുള്ള ഇപ്പം DTDC അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊറിയർ ഓഫീസോ അങ്ങനത്തെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് പ്രൈസ് കുറവായിരിക്കും. പിന്നെ നമ്മൾ ഗ്ലാസ് ഫ്രെയിംസും ഹാൻഡ് ഒക്കെയാണ് കൊറിയർ ചെയ്യണത് എന്നുണ്ടെങ്കിൽ DTDC പോലുള്ള കൊറിയർ സർവീസ് ചൂസ് ചെയ്യാണ് നല്ലത്. കാരണം ഇന്ത്യ പോസ്റ്റ് വഴി നമ്മൾ ഗ്ലാസ് ഐറ്റംസ് ഒക്കെ കൊറിയർ ചെയ്യുകയാണെങ്കിൽ അത് ഡാമേജ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ അതിന് ഒരു ഗ്യാരണ്ടി തരുന്നതല്ല. സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് DTDC ഒക്കെ ചൂസ് ചെയ്യാം. പിന്നെ ഔട്ട് ഓഫ് കേരളയാണ് ഡെലിവറി ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യ പോസ്റ്റ് ചൂസ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. കാരണം DTDC ആണെങ്കിൽ ചെറിയ പ്രോഡക്റ്റ്, അതായത് കുറച്ച് വെയിറ്റുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ ഒരു അത്യാവശ്യം നല്ല പൈസ നമ്മൾ അതിന് ചാർജായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇന്ത്യ പോസ്റ്റാണ് ഒന്നുകൂടെ നല്ലത്. പിന്നെ ഈ ഗ്ലാസ് ഐറ്റംസ് ആണെങ്കിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇന്ത്യ പോസ്റ്റ് വഴി നമ്മൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലാണെങ്കിൽ ഒരു 3 ദിവസം, മാക്സിമം ഒരു 4 ദിവസം കൊണ്ട് കസ്റ്റമറിൻ്റെ കയ്യിൽ കിട്ടും. പിന്നെ കേരളത്തിന് പുറത്താണെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഒരു 5 ദിവസം കൊണ്ട് നമ്മൾ അത് അയച്ചിട്ടുള്ള ആ ഒരു പോസ്റ്റ് ഓഫീസിലെത്തും. പിന്നെ അവിടെ നിന്ന് കസ്റ്റമറുടെ കൈക്ക് കൊടുക്കാൻ ഒരു 2-1 ദിവസം, മാക്സിമം ഒരാഴ്ചൻ്റെ ഉള്ളിൽ കിട്ടും. DTDC ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്താൽ പിറ്റേ ദിവസം തന്നെ, കേരളയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. എനിക്കിഷ്ടമാണ് ക്രാഫ്റ്റിംഗ്, വീട്ടുകാരും സപ്പോർട്ടാണ്, ബട്ട് പാക്കിങ്ങും ഷിപ്പിങ്ങും അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നിങ്ങൾ ആ ഒരു പോസ്റ്റിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് മാത്രമേ ആൻസർ ചെയ്യണുള്ളൂ. ഇതല്ലാണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ പാക്ക് ചെയ്യണതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വേറെ എന്തോ പാക്ക് ചെയ്യണത് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അങ്ങനെ വീഡിയോയിൽ വെച്ചു എന്നുള്ളൂ. അപ്പോൾ ആ വീഡിയോ രണ്ടും ഞാൻ താഴെ കൊടുക്കാം, അത് പോയിട്ട് കണ്ടാൽ മതി ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഇന്ത്യ പോസ്റ്റ് DTDC തമ്മിലുള്ള വ്യത്യാസമാണ്. അതിപ്പം ഓൾറെഡി പറഞ്ഞല്ലോ, ഇന്ത്യ പോസ്റ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണ്, മറ്റേത് പ്രൈവറ്റ് ആയിട്ടുള്ളതുമാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാനിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പം അതിന് ആൻസർ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ പോസ്റ്റ് വഴി കൊറിയർ അയക്കുന്നത് എങ്ങനെയാണ്, ഷിപ്പിംഗ് ഒക്കെ എങ്ങനെയാണ്, പാക്കിങ്ങും എല്ലാം പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പോസ്റ്റ് വഴി നമ്മൾ അയക്കുമ്പോൾ സാധാരണ ചെയ്യണ പോലെ തന്നെയാണ്. നമ്മൾ പ്രോഡക്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് എന്താണോ പ്രോഡക്റ്റ് അതിനനുസരിച്ചുള്ള ഒരു പാക്കിങ് നമ്മൾ കൊടുക്കുക. എന്നിട്ട് ബ്രൗൺ ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് പാക്ക് ചെയ്യുന്നതാണ് ബെറ്റർ. ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഒരു ബ്രൗൺ പേപ്പർ യൂസ് ചെയ്ത് പാക്ക് ചെയ്തിട്ട് ഫ്രം അഡ്രസ്സ് താഴെയും ടു അഡ്രസ്സ് മുകളിലുമായിട്ട് വേണം സ്റ്റിക്ക് ചെയ്യാൻ. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഇന്ത്യ പോസ്റ്റിലെ ഹോം ഡെലിവറി അവൈലബിൾ ആണോ, എത്ര രൂപയാണ് കൊറിയർ ചാർജ് എന്നുള്ളതാണ്. ഇന്ത്യ പോസ്റ്റിലെ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ. DTDC ഒക്കെ ആണെങ്കിൽ മോസ്റ്റ് ഓഫ് പ്രൊഡക്ട്സും ഹോം ഡെലിവറി അല്ല, ചിലത് മാത്രം അവർ കൊണ്ടുതരും, അധികം അവിടെ പോയിട്ട് കളക്ട് ചെയ്യണം. പക്ഷേ ഇന്ത്യ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൂടുതലും അവർ വീട്ടിൽ കൊണ്ടുവന്ന് തരും. എന്തെങ്കിലും സാഹചര്യം കൊണ്ട് പറ്റാത്തുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും. പിന്നെ കൊറിയർ ചാർജ് എത്ര ആവുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ അയക്കുന്ന പ്രോഡക്റ്റിൻ്റെ വെയിറ്റും പിന്നെ നമ്മൾ എവിടേക്കാണോ അയക്കണം ആ ഒരു ലൊക്കേഷനും അതൊക്കെ നോക്കിയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. സ്പീഡ് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 41 രൂപയാണ് മിനിമം ചാർജ്, കുറഞ്ഞത് 41 രൂപ. പിന്നെ ചോദിച്ചിട്ടുള്ളത് DTDC സ്പീഡ് പോസ്റ്റും നോർമലും തമ്മിൽ റേറ്റിൽ ഡിഫറൻസ് ഉണ്ടോ എന്നാണ്. നല്ല റേറ്റ് ഡിഫറൻസ് ഉണ്ട്. DTDCയിൽ തന്നെ നമുക്ക് നോർമലായിട്ടും അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് എക്സ്പ്രസ് വേയിലും അയക്കാൻ പറ്റും. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കൂടും കേട്ടോ. അത് അവർ ഫ്ലൈറ്റിലാണ് അങ്ങോട്ട് കൊടുത്തേക്കുക, അത് പെട്ടെന്ന് തന്നെ കിട്ടും. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് പോസ്റ്റ് വഴിയും DTDCയും കൊറിയർ ചെയ്താൽ എത്ര ദിവസം എടുക്കും എത്താൻ, അതുപോലെ സ്പീഡ് പോസ്റ്റിനെ പറ്റിയും ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെ ഡീറ്റെയിൽസ് വാങ്ങണം, അത് സ്പീഡ് പോസ്റ്റ് ആകുമ്പോഴും DTDC ആകുമ്പോഴും എന്തൊക്കെ വാങ്ങണം എന്നാണ്. പോസ്റ്റ് വഴി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കേരളത്തിനുള്ളിലാണെങ്കിൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ കിട്ടും, കേരളത്തിന് പുറത്താണെങ്കിൽ 1 വീക്കിനുള്ളിൽ കിട്ടും, 5 ദിവസം 6 ദിവസം അങ്ങനെയൊക്കെ ആയിട്ട്. ഇനി DTDC ആണെന്നുണ്ടെങ്കിൽ സാധാരണ പിറ്റേന്ന് തന്നെ കിട്ടലുണ്ട്, പക്ഷെ അവർ ഉറപ്പ് പറയൂല കേട്ടോ. കാരണം ചിലപ്പോൾ 2 ദിവസമൊക്കെ എടുക്കും, എന്നാലും മാക്സിമം പിറ്റേ ദിവസം തന്നെ കിട്ടലുണ്ട്. പിന്നെ DTDC വഴി അയക്കുകയാണെങ്കിൽ അധികം നമ്മൾ അഡ്രസ്സും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ആവണം അഡ്രസ്സ് എഴുതുമ്പോൾ. പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതണം. എന്തെങ്കിലും
ലാൻഡ് മാർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഹോം ഡെലിവറി ഉള്ള കൊറിയർ സർവീസ് പറഞ്ഞു തരുമോയെന്നാണ്. അത് ഇപ്പോൾ പറഞ്ഞല്ലോ, ഇന്ത്യ പോസ്റ്റ് വഴി അയച്ചാൽ മതി. പിന്നെ DTDC, ഇന്ത്യ പോസ്റ്റും അല്ലാത്തത് ഏതൊക്കെയുണ്ടെന്നാണ്. പ്രൊഫഷണൽ കൊറിയർ ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും എനിക്ക് തോന്നുന്നത് ഗ്ലാസ് ഐറ്റംസ് നമ്മളവിടെയൊന്നും എടുക്കില്ല, അതിനിപ്പം ചില സ്ഥലങ്ങളിൽ വേണമെങ്കിൽ എടുക്കായിരിക്കും. പിന്നെ വേറെ കുറേ ഇതേപോലത്തെ കൊറിയർ ഓഫീസേഴ്സ് ഉണ്ട് കേട്ടോ, പ്രൈവറ്റ് ആയിട്ട് വർക്ക് ചെയ്യണ ഗൂഗിളും കൊറിയർ ഓഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഓരോ ഏരിയയിലും ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഇതിൽ ചില ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ സെയിം അല്ലെങ്കിലും ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ സെയിം ആയതുകൊണ്ട് തന്നെ അതൊന്നും അങ്ങനെ ഞാൻ പിന്നെ ആൻസർ ചെയ്യണില്ല. ഇന്ത്യ പോസ്റ്റ്, പ്രൊഫഷണൽ കൊറിയർ, DTDC ഏതാണ് നല്ലത് ഷിപ്പ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇന്ത്യ പോസ്റ്റാണ് കൂടുതലും ഓപ്റ്റ് ചെയ്യലുള്ളത്. പിന്നെ ഗ്ലാസ് ഐറ്റംസ് ആണെങ്കിൽ DTDC അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള കൊറിയർ ഓഫീസ് ചൂസ് ചെയ്യും. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇന്ത്യ പോസ്റ്റ് തന്നെയാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റും. കസ്റ്റമേഴ്സിനും ഒരുപാട് ഷിപ്പിംഗ് ചാർജ് തരേണ്ട ആവശ്യം വരില്ല, അഫോർഡബിൾ ആയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് അടുത്ത സ്ഥലത്തേക്ക് പോസ്റ്റ് അയക്കാൻ പറ്റുമെന്നാണ്. സെയിം പോസ്റ്റ് ഓഫീസ്, സെയിം പിൻകോഡ് അല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അടുത്താണെങ്കിലും നമുക്ക് നമ്മുടെ നിയർ ബൈ പോസ്റ്റ് ഓഫീസിലേക്കൊക്കെ അയക്കാൻ പറ്റും. സെയിം പോസ്റ്റ് ഓഫീസ് ആണെന്നുണ്ടെങ്കിൽ അത് പറ്റുമെന്ന് എനിക്കറിയില്ല, പറ്റുണ്ടാവില്ല കേട്ടോ മിക്കവാറും. പിന്നെ പാക്കേജിൽ എന്തൊക്കെ എഴുതണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, പേര് ടു അഡ്രസ്സ് ആണെങ്കിൽ അവരെ പേരും മെയിൻ ഒരു വീട്ടുവിലാസം ഉണ്ടാവുമല്ലോ, അഡ്രസ്സ്, അതും. ഇനിയിപ്പോൾ ഔട്ട് ഓഫ് കേരള ആണെങ്കിൽ ഫ്ലാറ്റോ റൂമൊക്കെ അങ്ങനെ റൂം നമ്പറൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക. നമ്മുടെ ഇവിടെ ഉള്ള അങ്ങനത്തെ അഡ്രസ്സ് ആവില്ല. അപ്പം ആ ഒരു നമ്പറൊക്കെ കറക്റ്റ് തെറ്റാണ്ട് തന്നെ എഴുതണം. പിന്നെ നമ്മുടെ വീട് നിൽക്കുന്ന ഒരു ലോക്കൽ ഏരിയ ഉണ്ടാവും, ആ ഒരു സ്ഥലപ്പേരും എന്തായാലും എഴുതണം. ഇന്ത്യ പോസ്റ്റ് വഴിയാണ് അയക്കണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും എഴുതണം. അത് കസ്റ്റമറോട് ചോദിച്ചാൽ മതി. കാരണം എല്ലാവരും അധികവും ചെയ്യൽ അഡ്രസ്സ് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പിൻകോഡ്, പോസ്റ്റ് ഓഫീസ് ഏതാണ് ആ ഒരു മെയിൻ സ്ഥലം അല്ലെങ്കിൽ മെയിൻ ടൗണിൻ്റെ പേര് എഴുതാണ് ചെയ്യലുള്ളത്. പക്ഷേ ഇതിപ്പോൾ പോസ്റ്റ് ഓഫീസിലെത്തി കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഓഫീസിൽ ഒരു പോസ്റ്റ്മാൻ മാത്രമല്ലല്ലോ ഉണ്ടാവുക, കുറേ ഉണ്ടാവും. ഇവർ ഓരോരുത്തരും ഓരോ ഏരിയയിലേക്കാണ് പോവുക. അപ്പോൾ ഇതിന്മേൽ കറക്റ്റ് നമ്മുടെ വീട് നിൽക്കുന്ന സ്ഥലം എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്കത് ആ ഒരു ഫസ്റ്റത്തെ ദിവസം തന്നെ കൊണ്ടുപോയി ഡെലിവറി ചെയ്യാൻ പറ്റും. അതില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഓരോരുത്തർ കൊണ്ടുപോയിട്ട് ഇത് അന്വേഷിച്ചിട്ടൊക്കെ അങ്ങനെയാണ് ഡെലിവറി ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടെ സമയമെടുക്കും. ഇത് ഇന്നോട് തന്നെ അവിടുന്ന് പോസ്റ്റ് ഓഫീസിൽ നിന്ന് പറഞ്ഞ കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ആ ഒരു ലോക്കൽ ഏരിയ എഴുതാൻ പറ്റുകയാണെങ്കിൽ അതെന്തായാലും എഴുതണം. പിന്നെ നമ്മുടെ ടൗണ്, പോസ്റ്റ് ഓഫീസ്, പിൻ നമ്പർ, ഫോൺ നമ്പർ, അതൊക്കെ ഈ ഫോൺ നമ്പറും പിൻ നമ്പറൊന്നും തെറ്റാതെ കറക്റ്റായിട്ട് തന്നെ എഴുതണം. പിന്നെ ഫ്രെയിം പാക്ക് ചെയ്യുന്നത് കാണിക്കുമോ? ഞാൻ നല്ലോണം പാക്ക് ചെയ്ത് അയച്ചിട്ടും ഗ്ലാസ് പൊട്ടുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഫ്രെയിം പാക്ക് ചെയ്യണത് ഓൾറെഡി 2 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വ്ളോഗിലും അധികം ഇൻക്ലൂഡ് ചെയ്യലുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇനി ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഇനിയുള്ള ക്വസ്റ്റ്യൻ, പോസ്റ്റ് വഴി പെൻപാൽ ലെറ്ററൊക്കെ അയച്ചാൽ അത് പോകുമോ? അത് കിട്ടേണ്ട ആളെ കയ്യിൽ തന്നെ കിട്ടുമെന്നാണ്. പോസ്റ്റ് വഴി അയക്കുമ്പോൾ കിട്ടും കേട്ടോ, പോകുന്നുള്ള പേടിയൊന്നുമില്ല. ഇനി ഇൻ കേസ് അതവർക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ അഡ്രസ്സ്, നമ്മുടെ ഫ്രം അഡ്രസ്സിലേക്ക് തന്നെ അത് വരും. അതും എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം വേറെ നമ്മുടെ DTDC വഴിയൊക്കെയാണ് അയക്കണമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് എത്തിയിട്ടില്ലെങ്കിലും റിട്ടേൺ DTDCയിലേക്ക് തന്നെ വരും. പക്ഷേ പിന്നെയും നമ്മളവിടെ പോയി കളക്ട് ചെയ്യേണ്ടിയൊക്കെ വരും. ഇതാവുമ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം കൊണ്ട് കസ്റ്റമറിന് ആ ഒരു ഐറ്റം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് കുറച്ച് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് തന്നെ നമ്മുടെ അഡ്രസ്സിലേക്ക് അത് കൊണ്ടു തരും കേട്ടോ. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് തരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ അത് അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഷിപ്പിംഗ് ചാർജ് കൂടാതെ പാക്കിംഗ് ചാർജ് വാങ്ങാറുണ്ടോ എന്നാണ്. ഞാൻ അങ്ങനെ പാക്കിംഗ് ചാർജ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു ചാർജ് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങലില്ല. പക്ഷെ നമ്മൾ പാക്ക് ചെയ്യാൻ എന്തായാലും നമുക്ക് എക്സ്പെൻസ് വരുമല്ലോ. എസ്പെഷ്യലി നമ്മൾ ഫ്രെയിംസൊക്കെയാണ് കൊറിയർ അയക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും അത്യാവശ്യം നല്ലൊരു എമൗണ്ടാണ് നമുക്ക് ഈ പാക്കിംഗ് മെറ്റീരിയൽസ് വാങ്ങാൻ വേണ്ടിയാവും. ഈ ബബിൾ റാപ്പറും തെർമാക്കോളൊക്കെ അത്യാവശ്യം നല്ല വില കൊടുത്തിട്ട് വാങ്ങുന്ന സാധനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യാറുള്ളത് നമ്മുടെ പ്രോഡക്റ്റിന് പ്രൈസ് ഇടുമ്പോൾ തന്നെ അതിൽ പാക്കിങ്ങിൻ്റെ ആ ഒരു എമൗണ്ടും കൂടെ ഫിക്സ് ചെയ്തിട്ടാണ് പ്രോഡക്റ്റിന് പ്രൈസ് ഇടൽ. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു പാക്കിംഗ് ചാർജ് വാങ്ങേണ്ട ആവശ്യം വരില്ല, ഷിപ്പിംഗ് ചാർജ് മാത്രം മതിയാവും. പിന്നെ കസ്റ്റമേഴ്സിന് ഇപ്പോൾ എല്ലാവർക്കും നമ്മൾ ഷിപ്പിംഗ് ചാർജും പാക്കിംഗ് ചാർജ് എന്ന് പറഞ്ഞ് രണ്ടും കൂടെ കൂട്ടിയിട്ട് വരുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ല. ചിലപ്പോൾ ചിലവർ ചോദിക്കും, ഇതെല്ലാവരുടെ അടുത്തും ഇങ്ങനെ അല്ലല്ലോ, നിങ്ങളുടെ അടുത്ത് മാത്രം എന്താ ഇങ്ങനെ 2 ചാർജ് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പാക്കിംഗ് ചാർജും കൂട്ടിയിട്ട് ഷിപ്പിംഗ് ചാർജ് പറയുമ്പോൾ കുറച്ച് കൂടുതലാവും ചെയ്യും. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഗിഫ്റ്റ് റാപ്പർ ഓൺലൈൻ വാങ്ങുന്നതാണോ അതോ ഓഫ്ലൈൻ വാങ്ങുന്നതാണോ ലാഭം എന്നാണ്. ഞാനെപ്പോൾ ഓഫ്ലൈൻ ആയിട്ടാണ് കേട്ടോ വാങ്ങലുള്ളത്. എനിക്ക് തോന്നുന്നത് ഓഫ്ലൈൻ ആയിട്ട് വാങ്ങുന്നത് തന്നെയാണ് ലാഭം. കാരണം എനിക്ക് തോന്നുന്നത് ഓഫ്ലൈനായിട്ട് ഓൺലൈനായിട്ട് ഏകദേശം ഒരേ പ്രൈസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊറിയർ ചാർജും കൂടെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരുമല്ലോ. പിന്നെ അത് പാക്ക് ചെയ്തിട്ട് അവരിങ്ങോട്ട് കൊറിയർ ചെയ്യുമ്പം ഫോൾഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വേണമെങ്കിൽ അയക്കുക. അപ്പോൾ റാപ്പർ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ ആ ഒരു മടക്കും ചുളിവൊക്കെ എടുത്ത് കാണിക്കുമല്ലോ. അതുകൊണ്ടൊക്കെ എനിക്ക് ഇങ്ങനെ ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്നത് തന്നെയാണ് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് പ്രൈസ് കുറച്ചിട്ട് എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ബൾക്കായിട്ടും വാങ്ങാം.
പിന്നെ ഹാമ്പറിലെ ഫ്രെയിം സെപ്പറേറ്റ് പാക്ക് ചെയ്യലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് എല്ലാ ഹാമ്പറിലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ഹാമ്പറിൻ്റെ ആ ഒരു ക്വാളിറ്റി അനുസരിച്ചിരിക്കും. ചിലത് അത്യാവശ്യം നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള ഹാമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഫ്രെയിം ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി, അതിന് വേറെ പ്രശ്നമൊന്നും വരില്ല. ഹാമ്പർ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റാപ്പ് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കണം. അതല്ല നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ഫോം ബോർഡൊക്കെ യൂസ് ചെയ്ത ഹാമ്പർ ആണെങ്കിൽ ചിലപ്പം ഈ കട്ടി കുറഞ്ഞിട്ടുള്ള ഷീറ്റ് യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്തതാണെങ്കിൽ അത് ആ ഒരു ഹാമ്പർ സെപ്പറേറ്റ് പാക്ക് ചെയ്ത് വെക്കുന്നതാവും നല്ലത്. പിന്നെ സ്ക്രാപ്പ് ബുക്ക് ആൻഡ് ഫ്രെയിം പാക്കിങ് ചോദിച്ചിട്ടുണ്ട്. ഫ്രെയിം മാത്രമേ നമ്മൾ തെർമാക്കോൾ യൂസ് ചെയ്ത് പാക്ക് ചെയ്യുള്ളൂ. ഹാൻഡ് ചെയ്യും കേട്ടോ. അതും എല്ലാ ഹാൻഡ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഹാൻഡ് ഇപ്പോൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അതാണെങ്കിൽ നമ്മളങ്ങനെ തെർമാക്കോൾ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരുവിധം ഹാൻഡ് ഫ്രെയിമും ഒക്കെ തെർമാക്കോളും ബബിൾ റാപ്പറും യൂസ് ചെയ്ത് പാക്ക് ചെയ്യും. സ്ക്രാപ്പ് ബുക്സ് വേറെ മിനി പോളറോയിഡ്സ്, റിംഗ് ആൽബം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ജസ്റ്റ് ബബിൾ റാപ്പർ മാത്രം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്യലുള്ളത്. ഇനി മിനി പോളറോയിഡ്സ് ബബിൾ റാപ്പർ വേണമെന്നും നിർബന്ധമല്ല. വേറെ ന്യൂസ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കുറച്ച് ലെയർ ചുറ്റി കൊടുത്താലും മതി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അപ്പോൾ ആ ഒരു പോസ്റ്റിൻ്റെ താഴെ വന്നിട്ടുള്ളത്. സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. ഇനി ഇതുപോലെ വേറെ എന്തെങ്കിലും ടോപ്പിക്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടോ, ഇങ്ങനെ ഒരു Q&A ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇതിൻ്റെ താഴെ ഒന്ന് സജസ്റ്റ് ചെയ്താൽ നമുക്കിങ്ങനെ ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.